അസ്സലാമലൈക്കും. ലോകമെമ്പാടുമുള്ള എൻ്റെ പ്രിയപ്പെട്ട മലയാളി ഫ്രണ്ട്സിന് എൻ്റെ റമദാൻ മുബാറക്. അപ്പം ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഷെയർ ചെയ്യുന്നതല്ലേ ഏറ്റവും ഉത്തമം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ബദാം മിൽക്കിൻ്റെ, അതായത് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിലൊരു ബദാം മിൽക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോയിലേക്ക് പോയാലോ? നമുക്ക് ബദാം മിൽക്കിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി രാത്രി ഒരു 20 ബദാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തൊലി കളഞ്ഞ് നമുക്കിത് നന്നായി പേസ്റ്റാക്കി എടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതേ സമയത്ത് തന്നെ ഒരു സോസ് പാനിൽ ഞാൻ 2.5 കപ്പ്, അതായത് ഞാൻ 3 പേർക്കുള്ള സെർവിങ് ആണ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് 2.5 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് പാലിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടലും കുറക്കലൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 ടേബിൾ സ്പൂൺ കറക്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 2 ഏലക്കയും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഏലക്കയുടെ ഫ്ലേവർ ബദാം മിൽക്കിന് വളരെ ടേസ്റ്റി ആയി തരുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഈ ബദാം മിൽക്കിൻ്റെ ഈ പേസ്റ്റ്, അതായത് നമ്മൾ ബദാം അരച്ചെടുത്ത പേസ്റ്റും കൂടി ഇതിലോട്ടേക്ക് ഒന്ന് മിക്സ് ചെയ്ത് നന്നായി തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതേ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് പാല് മാറ്റി വെക്കണം. ആ പാലിലേക്ക് സാഫ്രൺ, അതായത് കുങ്കുമം ഒന്ന് കലക്കിയിട്ട് കൊടുത്താൽ നല്ല ഒരു ബദാം മിൽക്കിന് നല്ല കളറും കിട്ടും, അതുപോലെ തന്നെ ഫ്ലേവറും കുറച്ചും കൂടി നല്ല എൻഹാൻസ് ആവും. നല്ല അമൂൽ മിൽക്കിൻ്റെ ബദാം മിൽക്കില്ലേ, അതിൻ്റെ ഒക്കെ ടേസ്റ്റാണ് കേട്ടോ ഈ ബദാം മിൽക്കിന്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ അമൂൽ കൂളിന് പകരം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ബദാം മിൽക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാം. അപ്പം ഒന്ന് തിളച്ച് പിന്നെ ഒരു 10 മിനിറ്റും കൂടി നമ്മളിത് വേവാൻ വേണ്ടി വെക്കണം. എന്നാലാണ് നല്ല കറക്റ്റായി ആ സ്ട്രോങ് ആയിട്ട് നമ്മളെ ഫ്ലേവർ ഇളകുള്ളൂ. പിന്നെ കുറച്ചൊരു കട്ടിയും കൂടി ആവണം. നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഇഫ്താറിന് തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ബദാം മിൽക്കാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നുള്ള എൻ്റെ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നുള്ളത്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയിൽ കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.